ബാക്കിലൊരു ഫുൾ ഫേസ് ഹെൽമെറ്റ്. ഇല്ല. ഹലോ ഫ്ലൈ വീലേഴ്സ്, വെൽക്കം ടു ഫ്ലൈ വീൽ. ഇതാണ് ഹീറോയുടെ വിഡ VX2. അവരുടെ ലേറ്റസ്റ്റ് സ്കൂട്ടറാണിത്. നമുക്ക് ഈ വാഹനത്തെ കുറച്ചുകൂടെ മനസ്സിലാക്കാം. വെൽക്കം ടു ഫ്ലൈ വീൽ. മൂന്ന് വർഷം മുന്നേ 2022 ഹീറോ എന്ന ബ്രാൻഡ് അവരുടെ വീഡ എന്ന ഇലക്ട്രിക് സബ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവർ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്ത വണ്ടി V1, അതിൻ്റെ V2 വന്നു, ഇപ്പോൾ ഇതേ VX2. പക്ഷേ സത്യം പറയാലോ, അന്ന് ആ V1 എന്ന വാഹനത്തിന് കുറേ ഷോർട്ട് കമ്മിങ്സ് ഉണ്ടായിരുന്നു. ഹീറോ ബീങ് ഹീറോ അവർ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു തോട്ട് പ്രോസസ്സാണ് ഫോളോ ചെയ്തത്. ആ ഡിഫറൻസ് തന്നെ അവരുടെ വാഹനത്തിൽ അവർ കൊണ്ടുവന്നു. അവർ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തു. അത് സത്യം ഒരു കസ്റ്റമേഴ്സ് അങ്ങനെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായില്ല, കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ബട്ട് ഹീറോ ബീങ് ഹീറോ അവർ ആ ഫീഡ്ബാക്ക് ഒക്കെ കേട്ട് അതിലേക്കുള്ള മാറ്റങ്ങളൊക്കെ വരുത്തി ആ തെറ്റുകളൊക്കെ തിരുത്തിക്കൊണ്ടാണ് അവർ രണ്ടാമത്തെ V2 ഇറക്കിയത്. എന്നിട്ടും അവർക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നത് അതിൻ്റെ പ്രൈസിങ് ആയിരുന്നു. അപ്പോൾ ആ പ്രൈസിങ് കൂടെ കൺട്രോൾ ചെയ്തിട്ടാണ് VX2 ഇറങ്ങിയിരിക്കുന്നത്. ആ പ്രൈസിങ്ങും എങ്ങനെയാണ് ആ പ്രൈസിങ് അവർ മാനേജ് ചെയ്യുന്നതൊക്കെ ഞാൻ വരാം. ബട്ട് നമുക്ക് ആദ്യം ഇതിൻ്റെ ഡിസൈനിൽ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർ ഫസ്റ്റ് നിന്ന് ശ്രദ്ധിക്കുന്നത് അവരുടെ V-Care ഹെഡ്ലൈറ്റ്സ് ആണ്. ആ ടെയിൽ ലൈറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. ഇറ്റ്സ് നത്തിങ് വെൽസ് ബട്ട് രണ്ട് കൈ ഇങ്ങനെ നിൽക്കുന്ന പോലെ ഇറ്റ്സ് ഐക്കോണിക്, ഇറ്റ്സ് ഡിസ്റ്റിങ്റ്റീവ്. നമുക്ക് എവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലും ഇതൊരു വീഡ വെഹിക്കിളാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് വന്നേക്കുന്നത്. ഇറ്റ്സ് ഗ്രേറ്റ്. മേളിലേക്ക് നോക്കി കഴിഞ്ഞാൽ വീഡ എന്നൊരു ബ്രാൻഡിങ് ആണ്, നമ്പർ പ്ലേറ്റ് വന്നിട്ടുണ്ട്. നേരത്തെ ഇവിടെ ഒരു ക്ലാഡിങ് പോലെ ഉണ്ടായിരുന്നു, ആ ക്ലാഡിങ് ഒക്കെ ഒഴിവാക്കി ഒരു സിംഗിൾ പീസാണ്. ഐ ഫീൽ ദിസ് ലുക്സ് എ ലോട്ട് ബെറ്റർ. ഇതിപ്പോൾ പുതിയ വാഹനം വന്നേക്കുന്നത് 7 കളറിലാണ്. വൈറ്റ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഗ്രേ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, റെഡ് ഉണ്ട്, പിന്നെ ഈ ഒരു ബ്ലാക്ക് ഉണ്ട്, ഒരു യെല്ലോ ഉണ്ട്. ഇതാണ് ആ കൂട്ടത്തിൽ ശരിക്കും പറയാ വെച്ചാൽ ഏറ്റവും ലീസ്റ്റ് അട്രാക്റ്റീവ്. വേറെയും വാഹനങ്ങളുണ്ട്, മാറ്റ് ഫിനിഷ് ആയിട്ടും കളേഴ്സ് വന്നിട്ടുണ്ട്, വിച്ച് ഇസ് ഓൾ ഗുഡ്. അതിന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻവേർട്ടഡ് ടെലിസ്കോപ്പാണ് ഫ്രണ്ടിൽ വന്നേക്കുന്ന സസ്പെൻഷൻ. ഇറ്റ്സ് ഗ്രേറ്റ് ഹാൻഡ്ലിങ്ങിന്. 19 ഇഞ്ച് വീൽസ് കാണാം, ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ഉണ്ട്, ഫ്രണ്ടിൽ ഒരു ഡിസ്ക് ബ്രേക്ക് വന്നേക്കുന്നു, ഇവിടെ മഡ് ഗാർഡ് വന്നേക്കുന്നു. നമുക്കിന്ന് അത്ര വലിയൊരു റൈഡിംഗ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം അന്തിഹിൽസിൻ്റെ ഭാഗത്ത് നമ്മൾ വണ്ടി ഓടിച്ചത്. പക്ഷേ നമ്മൾ V1 ഓടിച്ചപ്പോൾ അവരുടെ ടെസ്റ്റ് ട്രാക്കിലാണ് ഓടിച്ചത്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, പോയി കണ്ടോളൂ. അത് ശരിക്കും പറയാ വെച്ചാൽ നമുക്ക് ഹാൻഡ്ലിങ്ങിന് കാര്യത്തിൽ ശരിക്കും പുഷ് ചെയ്യാൻ പറ്റുന്നത്, കാരണം ടെസ്റ്റ് ട്രാക്കിലായിരുന്നു. ആൻഡ് ദിസ് ബൈക്ക് പെർഫോംഡ് വെരി വെൽ, സർപ്രൈസിംഗ്ലി വെൽ എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം ആ സമയത്ത് ഉണ്ടായിരുന്ന വാഹനങ്ങൾക്ക് ഒരു കോമ്പറ്റീഷൻ ഇതിൽ തന്നെ ഇതിൻ്റെ ഹാൻഡ്ലിങ് അവർ കറക്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഇവിടെയും കണ്ടിന്യൂ ചെയ്യുന്നു. അതിൻ്റെ കാര്യത്തിൽ അവർ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല, കാരണം ഇറ്റ് വാസ് ഗ്രേറ്റ്. അതിൻ്റെ ബാക്കിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ V1 ഡിഫറൻസ് ഉണ്ടായിരുന്നു. V2 അവർ ലൈറ്റ്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് വന്നത്. ഇവിടെ കുറച്ചുകൂടെ മാറ്റം വന്നിട്ട് ഇപ്പോൾ കുറച്ചും കൂടെ നീറ്റ്ലി ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ടേൺ ഇൻഡിക്കേറ്റർ തന്നിരിക്കുന്നത്. അതിവിടെ ഒരു എക്സ്ട്രാ പീസ് നമുക്ക് കാണാൻ പറ്റും. ഐ ഫീൽ ദിസ് ലുക്സ് എ ലോട്ട് ബെറ്റർ. കുറച്ചും കൂടെ സ്ലീക്ക് ആക്കിയിട്ടുണ്ട്, കുറച്ചും കൂടെ സിംപ്ലർ ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ബീഗ് ഡിസൈൻ പോലെ വന്നേക്കുന്നതും ദിസ് ലുക്സ് മച്ച് ബെറ്റർ. എടുത്തു പറയേണ്ട ഒരു സാധനം, ഈ ഒരു സെപ്പറേറ്റ് പീസ് നമുക്ക് വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ ഈ ഫിറ്റ് ആൻഡ് ഫിനിഷിൻ്റെ കാര്യത്തിൽ ഇച്ചിരി പുറകോട്ട് തന്നെ എപ്പോഴും ഹീറോ അത് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ വരുത്താണ്ട്. പാനൽ ഗ്യാപ്സ് ഒക്കെ നമുക്ക് നല്ല വൃത്തി കാണാൻ പറ്റും. ഇതൊരു പ്രീ പ്രൊഡക്ഷൻ വെഹിക്കിളാന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല, കാരണം ഇതിപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങുന്ന വണ്ടി തന്നെയാണ്. പക്ഷേ ഇപ്പോഴും ആ പാനൽ ഗ്യാപ്സും ഫിറ്റ് ആൻഡ് ഫിനിഷിൻ്റെ കുറവൊക്കെ ഇപ്പോഴും ഉണ്ട്. ലിവേഴ്സൊക്കെ അത്യാവശ്യം നല്ല ഫീൽ ഉണ്ട്, അടിപൊളിയായിട്ടൊന്നും പറയാനില്ല, പക്ഷേ ഇറ്റ്സ് നോട്ട് ബാഡ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ആക്സലറേറ്ററിൻ്റെയും വന്നേക്കുന്നത്. അത്രയും വലിയ സംഭവമായിട്ടൊന്നും പറയാനില്ല, ഇറ്റ്സ് ജസ്റ്റ് വെൽ ആൻഡ് ഗുഡ്. അതിൻ്റെ താഴേക്ക് സ്വിച്ച് ഗിയർ ആണ്. ആദ്യം ഇറങ്ങിയ V1 സ്വിച്ച് ഗിയർ ക്വാളിറ്റി വിച്ച് വാസ് വെരി ഹൈ, പക്ഷേ അത്രമാത്രം ക്വാളിറ്റി ആവശ്യമില്ലെന്നാണ് ഹീറോ മനസ്സിലാക്കിയിട്ടുള്ളത്, കാരണം അത് എക്സ്പെൻസ് ഒരുപാട് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്വിച്ച് ഗിയറിൻ്റെ ക്വാളിറ്റി ഒക്കെ ലേശം കുറച്ചിട്ട് ആ യൂസബിലിറ്റിയും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു. പക്ഷേ സ്വിച്ച് ഗിയറിൻ്റെ ആ ഹൈ ക്വാളിറ്റിയിൽ നിന്ന് മാറ്റി കുറച്ചിട്ടുണ്ട്. ഐ ഡോണ്ട് ഫീൽ ആസ് എ ബാഡ് തിങ്, കാരണം നമ്മൾ അങ്ങനെ അത്രമാത്രം നോട്ടീസ് ചെയ്യുന്നൊരു കാര്യമൊന്നുമല്ല അത്. വിച്ച് ഇസ് വെൽ ആൻഡ് ഗുഡ്. നമുക്കുള്ള യൂസബിൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയാണ് ഒരു ജോയ്സ്റ്റിക്ക് പോലെ വന്നേക്കുന്നത്. അതാണ് ഇപ്പോൾ ഈ 4.3 ഇഞ്ചിൻ്റെ TFT ടച്ച് സ്ക്രീൻ അല്ല, ഇപ്പോൾ TFT സ്ക്രീൻ നമുക്ക് കണ്ടുകൊണ്ട് അതിലേക്ക് നമുക്ക് കിടക്കാം. പിന്നെ മിറേഴ്സാണ്. മിറേഴ്സ് കുറച്ചും കൂടെ പുറത്തേക്ക് വന്നിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ യൂസബിൾ ആവുമായിരുന്നു. ഇത് പുള്ളിലായി പോയതുകൊണ്ട് കുറച്ച് വിഷം കട്ടാവുന്നുണ്ട്. പിന്നെ അതിൻ്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കീ ഇഗ്നിഷൻ നമുക്ക് കാണാൻ പറ്റും. നേരത്തെ ഉണ്ടായിരുന്ന മറ്റേ റിമോട്ട് കീസൊക്കെ ആയിരുന്നു, അതൊക്കെ അവർ ഒഴിവാക്കി, വിച്ച് ഇസ് അഗെയിൻ ഗ്രേറ്റ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഇവിടെ കീ വന്നേക്കുന്നത്, ഇവിടെ ഒരു ചെറിയ USB പോർട്ട് കാണാം. 10 വാട്ടിൻ്റെ USB പോർട്ടാണ് വന്നേക്കുന്നത്. നമുക്ക് ഫോണൊക്കെ ചാർജ് ചെയ്യാൻ അത്യാവശ്യം നല്ല സ്പീഡ് കിട്ടും.
ഇവിടെയാണ് ഒരു പുതിയ എഡിഷൻ ഇപ്പോൾ വന്നേക്കുന്നത്. 5 ലിറ്റേഴ്സിൻ്റെ ഒരു ഫ്രണ്ട് സ്പേസാണ് വന്നേക്കുന്നത്. പക്ഷേ ഇത് അവർ കൊടുത്തേക്കുന്ന രീതി വളരെ നീറ്റായിട്ടുണ്ട്. അത് ചെറിയൊരു ഫോൺ ഹോൾഡർ കൊടുത്തേക്കുന്നു. ഫോൺ ഹോൾഡർ ഇപ്പോൾ എല്ലാ വാഹനത്തിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. കാരണം ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി. അതിന് ഒരു സെപ്പറേറ്റ് ഒരു ഫോൺ ഹോൾഡർ വന്നിരിക്കുന്നു. അതിന് ഫ്രണ്ടിലേക്ക് ഒരു ചെറിയ സ്പേസ് വന്നിട്ടുണ്ട്. ഇപ്പുറത്ത് ബോട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ അത്യാവശ്യം യൂസബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ ഒരു ഫ്രണ്ട് സ്പേസ് തന്നെയാണത്. ഇറ്റ് ഇസ് ഗ്രേറ്റ്. ഇവിടെ ഒരു ചെറിയ ഹുക്ക് വന്നേക്കുന്നു. കാരണം സ്ത്രീകളൊക്കെ ഓടിക്കുകയാണെങ്കിൽ നമ്മൾ സാധനങ്ങൾ മേടിക്കുകയാണെങ്കിൽ നമുക്ക് സാധനങ്ങൾ തൂക്കിയിടാനായിട്ട്. ഉള്ളിലത്തെ ക്വാളിറ്റി, ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണെങ്കിലും കൊടുത്തേക്കുന്ന ചെറിയൊരു ടെക്സ്ചർ കാര്യങ്ങൾ ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. വിച്ച് ഇസ് ഗ്രേറ്റ്. ഡിസൈൻ്റെ കാര്യത്തിൽ തെറ്റൊന്നും പറയാനില്ല. പിന്നെ ഇവിടെ നമ്മൾ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ടൊരു ബ്ലാക്ക് പീസ് കാണാൻ പറ്റും. അതൊരു കസ്റ്റമൈസബിൾ ഒരു സാധനമാണ്. അത് നമുക്ക് ആവശ്യമുള്ള കളേഴ്സിൽ നമുക്ക് മാറ്റാൻ പറ്റും. ഇറ്റ്സ് അഗൈൻ ഗ്രേറ്റ്. എനിക്കത് വലിയ സംഭവമായിട്ട് തോന്നിയില്ലെങ്കിലും ഇത് ഒരു കസ്റ്റമൈസേഷൻ ഓപ്ഷൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. ഈ ഒരു ചെറിയ പീസും അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന, നമുക്കത് ആക്സറായിട്ട് മേടിക്കാനൊക്കെ പറ്റും. ഇറ്റ്സ് അഗൈൻ ഗ്രേറ്റ്. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് എ ബാഡ് തിങ്. താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു മാറ്റ് ഉണ്ട്. അതിവിടെ ബോൾട്ട് ചെയ്ത് പിടിപ്പിച്ചേക്കാണ്. ഇവിടെയും നമുക്ക് അത്യാവശ്യം സ്പേസ് ഇവിടെ ഉണ്ട്. നമുക്കത് കാല് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസാണ്. നമുക്ക് എവിടെയും പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഫ്രങ്ക് ആണെങ്കിലും നമ്മുടെ കാല് മുട്ടുന്ന രീതിയിലൊന്നുമല്ല. ചെറിയ ചെറിയ ഈസ്റ്റർ എഗ്സ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ ഹെൽമെറ്റും ഒരാളുടെ തല ഒരു കണ്ണ് പോലെയൊക്കെ വന്നേക്കുന്നത്. ഇവിടെ ഒരു ഹെൽമെറ്റും പിന്നെ സ്മോൾ നൈസ് ഈസ്റ്റർ എഗ്സ്. ഇവിടെ ഒരു പ്ലേ ബട്ടൺ പോലെയൊക്കെ വന്നേക്കുന്നത്. എന്താ അതിൻ്റെ അർത്ഥം എന്ന് എനിക്ക് മനസ്സിലായില്ല, ബട്ട് ഇറ്റ് ലുക്സ് നൈസ്. പിന്നെ നമ്മൾ ബാക്കിലേക്ക് വരുമ്പോൾ സീറ്റാണ്. സീറ്റ് ഇസ് വെരി വെരി കംഫർട്ടബിൾ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഭയങ്കര സോഫ്റ്റാണ്, വലുതാണ്. 885 മില്ലിമീറ്ററിൻ്റെ സീറ്റാണ്. ഞാൻ കയറി ഇരുന്നാൽ തന്നെ ഞാൻ ഫുൾ ഇങ്ങനെ കംഫർട്ടബിളായിട്ട് ബാക്കിലേക്ക് ഇരുന്നാലും ബാക്കിൽ ഒരാൾക്കും കൊണ്ട് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ, അതായത് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ, നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇല്ല, നോർത്ത് ഇന്ത്യയിൽ വേറെ സ്റ്റേറ്റുകളിലൊക്കെ 3-4 പേരൊക്കെ ഒരു സ്കൂട്ടറിൽ പോകുന്നൊരു സ്വഭാവമുണ്ട്. അതിനൊക്കെ ശരിക്കും വരച്ചാൽ പറ്റുന്ന രീതിയിലാണ് അവർ ചെയ്തേക്കുന്നത്. കാരണം അതൊക്കെ ആൾക്കാർ ശ്രദ്ധിക്കും. അത് നിയമപരമായിട്ട് തെറ്റാണെങ്കിലും ജസ്റ്റ് ഇന്ത്യ എനിത്തിങ് ഗോസ്. പിന്നെ അതിൻ്റെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുഡ് റെസ്റ്റ് ഉണ്ട്. അതും വളരെ നീറ്റായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഒരു ചെറിയ എലിമെൻറ്റ് കാണാം. ഓൾ ഗ്രേറ്റ്, തെറ്റൊന്നും പറയാനില്ല. ഈ ഇങ്ങോട്ട് തിരിച്ച് കഴിഞ്ഞാൽ ബൂട്ട്, അതായത് സീറ്റ് നമുക്ക് തുറക്കാൻ പറ്റും. അത് തുറന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു സ്പേസാണ് അവിടെ വന്നേക്കുന്നത്. കാരണം വലിയ സീറ്റാണ്. അതിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ബാറ്ററിക്കുള്ള സ്ഥലം വന്നേക്കുന്നത്. നേരത്തെ ഉള്ള വാഹനത്തിന് പോലെ ഒന്നും. ഉള്ളിൽ 2 ബാറ്ററി ഉണ്ട്. ബാറ്ററിനെ കുറിച്ചും ചാർജിങ്ങിനെ കുറിച്ചും ഞാൻ സംസാരിക്കാം. അതിന് മുന്നേ ബാക്കിലൊരു ഫുൾ ഫേസ് ഹെൽമെറ്റ്. ഇല്ല, ഒരു ഹെൽമെറ്റ് വെക്കാൻ പറ്റും. ഹാഫ് ഫേസ് ഹെൽമെറ്റ് എന്തായാലും വെക്കാൻ പറ്റും. നമ്മുടെ ഇന്ത്യൻ സ്പെക്കിലുള്ള ഹെൽമെറ്റും നമുക്ക് വെക്കാൻ പറ്റും. പക്ഷേ ഇങ്ങനത്തെ റേസ് സ്പെക്ക് ആയിട്ടുള്ള ഡോട്ട് സർട്ടിഫൈഡ് ഹെൽമെറ്റ്സ് നമുക്ക് വെക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അത് ഇച്ചിരി വലിപ്പം കൂടുതലാണ്. എൻ്റെ ഹെൽമെറ്റ് കുറച്ചും കൂടെ വലിപ്പം കൂടുതലാണ്. അതെന്തായാലും കയറുന്നില്ല. ബട്ട് ഒരു യൂസബിൾ സ്പേസ്, അത്യാവശ്യം വലിപ്പമുള്ളൊരു സ്ഥലമാണ് വന്നേക്കുന്നത്. പിന്നെ ഇവിടെ വേറെ കാര്യമുണ്ട്. ഇവിടെ ഒരു ചെറിയ 2 ഹുക്കും വന്നേക്കുന്നു. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാർജിങ്ങിൻ്റെ അവരുടെ കേബിൾ ഉണ്ട്, അവർ ഫുൾ കേബിൾ അസംബ്ലി, അതോടെ വെച്ചിട്ട് നമുക്കിവിടെ ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. വിച്ച് ഇസ് അഗൈൻ എ ഗ്രേറ്റ് തിങ്. ഇവിടെ ഒരു ചെറിയ ഫസ്റ്റ് എയ്ഡ് കിറ്റ് വന്നിട്ടുണ്ട്. ഇവിടെയാണ് ഒരു ചാർജിങ് പോർട്ട് വന്നിരിക്കുന്നത്. 2ാമത് ചാർജിങ് പോർട്ട് അവിടെയാണ്. അതിലേക്ക് ഞാൻ കിടക്കാം. സൈഡിലൊരു പാനൽ വന്നിരിക്കുന്നത്. നേരത്തെ ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് പാനലോ അല്ലെങ്കിൽ ഒരു ഡിസൈൻ പോലെ വന്നിട്ടുണ്ടായിരുന്നു. വിച്ച് വാസ് ഓക്കെ, ബട്ട് ഐ ഫീൽ ദിസ് ഇസ് എ ലോട്ട് ബെറ്റർ. കാരണം ഒന്ന്, ഒരു കുറച്ചും കൂടെ റിലേറ്റബിലിറ്റി ഉണ്ട് ഫ്രണ്ടിൽ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലാത്തതുകൊണ്ട് ഐ ഫീൽ ദിസ് ഇസ് ഗുഡ്. ഇവിടെ ഒരു ബ്രാൻഡിങ് കാണാൻ പറ്റും, VX2 എന്ന് പറഞ്ഞിട്ട്. അതിന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും 19-inch വീൽസ്, സെയിം ഫ്രണ്ടിൽ പോലെ തന്നെ ഡയമണ്ട് കട്ട് അലോയ്സ് ആണ് വന്നിരിക്കുന്നത്. സ്വിംഗ് ആമിൽ മൗണ്ട് ചെയ്തിട്ടുള്ള മോട്ടർ തന്നെയാണ്. അത് നേരത്തെ പോലെ തന്നെ ബാക്കിലേക്ക് വന്നിട്ടുള്ളൊരു മോണോഷോക്കും കാണാം. 6 കിലോവാട്ടിൻ്റെ മോട്ടറാണ്, PMSM മോട്ടറാണ്. സെയിം, ഇതിലൊന്നും ഒരു വ്യത്യാസമില്ല. വിച്ച് ഇസ് അഗൈൻ ഗ്രേറ്റ്. പിന്നെ ഒരു ഡിഫറൻസ് നേരത്തെ ഉണ്ടായിരുന്ന ഒരു വിയേർഡ് തിങ് ആയിരുന്നു ബാക്കിലേക്ക് വന്നേക്കുന്ന ഈ ഒരു സസ്പെൻഷൻ്റെ, അതായത് ഷോക്ക് വന്നേക്കുന്നത്. കാണുമ്പോൾ ഭയങ്കര ഓക്വേർഡായിട്ട് ഫീൽ ചെയ്തെങ്കിലും അത് ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യത്തിൽ ഐ ഫീൽ ഇറ്റ് ഡസ് എ ഗ്രേറ്റ് തിങ്. കാരണം ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യത്തിൽ തെറ്റൊന്നുമില്ല. ഇറ്റ് ഇസ് വെരി ഗുഡ്. എനിക്ക് നോ കംപ്ലൈൻസ്. ഇറ്റ് ജസ്റ്റ് ലുക്സ് വിയേർഡ്. അത് ആ സ്വിംഗ് ആമിലേക്ക് മോട്ടർ മൗണ്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാക്കിൽ കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന ഗ്രാബ് റെയിൽ ഉണ്ട്. ഗ്രാബ് റെയിലിൻ്റെ ബാക്കിലേക്കായിട്ട് ചെറിയൊരു ബാക്ക് റെസ്റ്റ് വന്നിരിക്കുന്നു. ഇവിടെയും ഒരു കുഷനിങ് വന്നിട്ടുണ്ട്. ഇതൊരു നല്ലൊരു അഡീഷണൽ ഫീച്ചർ ആയിട്ടുണ്ട്. കാരണം നേരത്തെ അജാസ് ബാക്കിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് പോയപ്പോൾ ഈ സാധനം ഉള്ളത് കൊണ്ട് മറിഞ്ഞടിച്ച് വീണില്ല. ഗ്രേറ്റ്. നമ്മുടെ നാട്ടിലേക്ക് ഇതൊക്കെ ആവശ്യമാണ്. ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും വിഡ എന്നൊരു ബ്രാൻഡിങ് ഉണ്ട്. പവേർഡ് ബൈ ഹീറോ നമുക്ക് ഇവിടെയും കാണാം. ഇവിടെയും വീണ്ടും
വി കെയർ ലോഗോ ഉണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ടേൺ ഇൻഡിക്കേറ്റേഴ്സ്. ഇതായിരുന്നു ഒരു ബേസിക് ഡിസൈനിനെ കുറിച്ച്. നമുക്കിനി സ്ക്രീനും ആപ്പ് വഴിയുള്ള ഇൻറ്റഗ്രേഷൻ നമുക്ക് നോക്കാം. ഇതാണ് ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് 4.3 ഇഞ്ച് സ്ക്രീന്. ഇതൊരു TFT സ്ക്രീനാണ് വന്നേക്കുന്നത്. അത്യാവശ്യം ലെജിബിളാണ്, അത്യാവശ്യം റെസൊല്യൂഷനുള്ള സ്ക്രീനാണ്. ഇത് കാര്യമാക്കണ്ട, ഇതിപ്പോൾ ആപ്പിലോട് കണക്ട് ചെയ്യാനുള്ള നമ്പറും OTP ആയിരുന്നു. ഇതിപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വർക്ക് ചെയ്യാൻ പോകുന്നില്ല, കാരണം ഇത് പ്ലേ സ്റ്റോറിൽ വന്നിട്ടുള്ള ഈ ആപ്പ് ഇതൊരു പുതിയ ആപ്പാണ്. ഈ ആപ്പിനെ കുറിച്ച് ഞാൻ പറയാം. അത് നമുക്ക് സ്ക്രീനെ കുറിച്ച് നോക്കാം. സ്ക്രീനിൻ്റെ സൈഡിൽ ആണിപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ ബൈക്ക് സ്റ്റാൻഡ് കിടക്കുന്നതിനുള്ള നോട്ടിഫിക്കേഷൻ, അതിൻ്റെ മുകളിൽ ബാറ്ററി ഹീറ്റ് ആവുന്നതിൻ്റെ, പിന്നെ സർവീസിൻ്റെ, പിന്നെ ബാറ്ററി ടെമ്പിൻ്റെ ഇതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. സൈഡിൽ ഇൻഡിക്കേറ്റേഴ്സ്, ലൈറ്റ്. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 20% താഴെ പോയി കഴിഞ്ഞാൽ ടോർട്ടോയ്സിൻ്റെ ഇത് എത്തും, സ്ലോ മോഡ് ഓണോ, അതായത് ലിംപ് മോഡ് ഓണോ. ഇതൊക്കെയാണ് മെയിൻ സ്ക്രീന്. ഈ സ്ക്രീൻ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ആയി കഴിഞ്ഞത് ഓട്ടോ ഓൺ എന്നാണ് കാണും. ഏത് മോഡാണ് എന്നുള്ളതെന്ന് കാണാം. ഇതാണ് ഇഗ്നിഷൻ വന്നേക്കുന്നത്. ഇഗ്നിഷൻ്റെ അവിടെ തന്നെ സ്റ്റാർട്ടും മേളിലേക്ക് മറ്റേ ഇഗ്നിഷൻ സ്റ്റോപ്പും ഉണ്ട്. ഇപ്പോൾ കിൽ സ്വിച്ച് ഓൺ എന്നുകൊണ്ട് കാണാൻ പറ്റും. ഇതിപ്പോൾ റേഞ്ചാണ് കാണിക്കുന്നത്, 65 കിലോമീറ്റർ റേഞ്ച് ബാക്കിയുണ്ടെന്ന്. ഇത് 2 ബാറ്ററി പെർസെൻറ്റേജ്. ഇത് ഫ്രണ്ട് ബാറ്ററി, ഇത് റിവേഴ്സ് റെയർ ബാറ്ററി. കാരണം ഇപ്പോൾ ബാറ്ററി ഫ്രണ്ടും ബാക്കായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഫ്രണ്ടും റെയറും എത്ര പെർസെൻറ്റേജ് ബാക്കിയുണ്ടെന്ന് ടൈം കൂടെ കാണുന്നുണ്ട്. പിന്നെ ഇതാണ് അവരുടെ ഒരു 3 റൈഡ് മോഡ്സ് ഉണ്ട്. ഇപ്പോൾ ഈക്കോ, റൈഡും സ്പോർട്ടും. അതുകൂടാണ്ട് ഒരു ബൂസ്റ്റ് മോഡ് ഉണ്ട്. ബൂസ്റ്റ് മോഡ് കുറിച്ച് ഞാൻ പറയാം. ഇപ്പോൾ റൈഡ് മോഡ്സിലേക്ക് കയറുന്നത്, റൈഡ് മോഡ്സ് മാറ്റുന്നത് ഇവിടെ ഒരു സ്വിച്ച് നമുക്ക് കാണാൻ പറ്റും, പാർക്ക് മോഡ് എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ താഴേക്ക് മാറ്റുമ്പോഴാണ് നമുക്ക് റൈഡ് മോഡ്സ് മാറുന്നത്. പിന്നെ മേളിലേക്ക് ആയി കഴിഞ്ഞാൽ പാർക്ക് മോഡാവും. പാർക്ക് മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാർക്ക് ചെയ്യാൻ പാകത്തിനുള്ള സ്പീഡ്, അത് റിവേഴ്സും ബാക്കും പോകാൻ പറ്റും. ആക്സിലറേറ്റർ ഫ്രണ്ടിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ വണ്ടി റിവേഴ്സിലേക്ക് പോകും, ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് പോകും. ഇതാണ് പാർക്ക് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ. അതൊരു ബേസിക് 5 കിലോമീറ്റർ സ്പീഡ് നമുക്ക് ടൈറ്റ് ആയിട്ടുള്ള പാർക്കിംഗ് സ്പോട്ട്സ് നയിക്കാൻ വേണ്ടിയിട്ട് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. അതും ഇപ്പോൾ ആക്സിലറേറ്റർ ഫ്രണ്ടിലേക്ക് പോകുന്നത് വളരെ നന്നായിട്ടുണ്ട്. പിന്നെ താഴേക്ക് ആയി കഴിഞ്ഞാൽ ഇതിന് ഡിഫറെൻറ്റ് മോഡ്സ്, ഈക്കോ, റൈഡ്, സ്പോർട്ട്. ഇത് കൂടാണ്ട് ഈ ബൂസ്റ്റ് മോഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറയുക എല്ലാവരും ഇപ്പോൾ ഒരു റൈഡ് മോഡ് അല്ലെങ്കിൽ ഈക്കോ മോഡ് ഇട്ട് ഓടിക്കുക, കാരണം മാക്സിമം റേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ നമുക്ക് ആക്സിലറേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഓവർടേക്കിംഗ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ സ്പോർട്ട് മോഡിലേക്ക് ആക്കി ഓവർടേക്ക് ചെയ്ത് വീണ്ടും മാറ്റില്ല, അതൊരു ഹാസലാണ്. അതിന് പകരം ഈ ബൂസ്റ്റ് മോഡ് ആക്ടിവേറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈക്കോ മോഡിലാണെങ്കിലും റൈഡ് മോഡിലാണെങ്കിലും, സ്പോർട്ട് മോഡില്ല, ഈക്കോയിലാണെങ്കിലും റൈഡിലാണെങ്കിലും നമ്മൾ ആക്സിലേറ്റർ തിരിച്ച് ഒരു ക്ലിക്ക് ഉണ്ട് ഇവിടെ. ആ ക്ലിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ബൂസ്റ്റ് മോഡ് ഓണായി. അപ്പോൾ ഫുൾ ത്രോട്ടിൽ നമുക്ക് ആക്സിലേറ്റ് നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റും. ബൂസ്റ്റ് മോഡ് അപ്പോൾ ആവശ്യമുള്ളപ്പോൾ ഓണായി. നമുക്കൊരുമാതിരി നൈട്രസ് ഓണാവുന്ന പോലെ നമുക്ക് ഓണായി കിട്ടി. ഇപ്പം നമ്മൾ ഓവർടേക്ക് ചെയ്തു, തീർന്നു. ഇറ്റ്സ് ഗ്രേറ്റ്. അതുകൂടാണ്ട് ഇവിടെ ഒരു ചെറിയ ജോയ്സ്റ്റിക്ക് കാണാൻ പറ്റും. ഈ ജോയ്സ്റ്റിക്കാണ് ഇതിൻ്റെ ഫുൾ കൺട്രോൾ. ഇതിപ്പോൾ വൺസ് അമർത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിലേക്ക് കയറുന്നു. ഇവിടെയാണ് ട്രിപ്പ് മീറ്റർ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ടൈം, ഡേറ്റ് വന്നിട്ടുണ്ട്, കറണ്ട് നമ്മൾ ഓടിച്ച കിലോമീറ്റർ, ഇപ്പോൾ റൈഡിൻ്റെ കിലോമീറ്റർ കാണാം, ഓടോയിൽ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്ന് കാണാം. പിന്നെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ട്രിപ്പ് A, ട്രിപ്പ് B, പിന്നെ പ്ലീസ് കണക്ട് യുവർ ഫോൺ എന്നുകൊണ്ട് കാണുന്നുണ്ട്. ഫോൺ ശരിക്കും കണക്റ്റ് ആയിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ എന്തോ ഇത് പ്രീ പ്രൊഡക്ഷൻ ബീറ്റ വേർഷൻ ആയതുകൊണ്ട് ആ കണക്ടിവിറ്റി ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. ശരിക്കും ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നാവിഗേഷനും മ്യൂസിക് കൺട്രോൾസും വരും. നാവിഗേഷൻ ടേൺ ബൈ ടേൺ നാവിഗേഷനാണ് കാണുക. മ്യൂസിക് നമുക്ക് ഫുൾ മ്യൂസിക് കൺട്രോൾ ചെയ്യാൻ പറ്റും, അതും ഇവിടെ കൺട്രോൾ ചെയ്യുന്നത്. ഈ ജോയ്സ്റ്റിക്കിലും നമുക്ക് ഫ്രണ്ട്, ബാക്ക്, നെക്സ്റ്റും ബാക്ക് അടിക്കാം, പ്ലേ, പോസ് ബട്ടൺ അല്ലാണ്ട്. പിന്നെ നമുക്ക് കോൾസ് ആൻസർ ചെയ്യാനും നമുക്ക് ഈ സാധനം ഉപയോഗിക്കാം. ഇത് കൂടാണ്ട് നമ്മൾ ഈ മ്യൂസിക് മോഡ് ഇട്ടിട്ട് നമ്മൾ ലോങ് പ്രസ് ചെയ്തിട്ട് നമുക്ക് വോളിയൂം കൺട്രോൾ ചെയ്യാൻ പറ്റും, വിച്ച് ഇസ് ഗ്രേറ്റ്. അതുകൂടാണ്ട് ഇപ്പോൾ നമ്മൾ വീണ്ടും ഇതൊന്ന് പുറത്തിറങ്ങാൻ എല്ലാത്തിനും പുറത്തിറങ്ങാനായിട്ട് ബാക്കിലേക്ക് അടിച്ചാൽ മതി. ഇത് പറഞ്ഞു ഇതിൻ്റെ സെറ്റിങ്സിലേക്ക് പോകാനായിട്ട് ഈ സ്വിച്ച് ഇതുപോലെ തന്നെ ലോങ് പ്രസ് ചെയ്യുക, സ്വിച്ചിലേക്ക് കയറും. അതിൽ ഡിസ്പ്ലേ, കണക്റ്റ്, മൈ സ്കൂട്ടർ അബൌട്ട് എന്ന് കാണാം. ഇതിൽ മറ്റേ ഡിസ്പ്ലേയിൽ കയറി കഴിഞ്ഞാൽ അപ്പിയറൻസ്, ബ്രൈറ്റ്നസ്, വിഡ്ജറ്റ്സ് ആണ് ഞാൻ നേരത്തെ കാണിച്ച സാധനം. അതിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ ശരിക്കും നാവിഗേഷനും പിന്നെ ട്രിപ്പ് 2 ഒക്കെ ഓഫ് ചെയ്ത് വെക്കാൻ പറ്റും വേണമെങ്കിൽ, നമുക്ക് ആവശ്യമില്ലെങ്കിൽ. അതുകൂടാണ്ട് നമുക്ക് ഡേറ്റ് ആൻഡ് ടൈം സെറ്റ് ചെയ്യാനും പിന്നെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാൻ, അപ്പിയറൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒക്കെ പറ്റും. ഓട്ടോ, ലൈറ്റ്, ഡാർക്ക്. നമ്മളിപ്പോൾ ഓട്ടോ മോഡിലാണ് വെച്ചേക്കുന്നത്, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഡാർക്ക് മോഡാക്കാം, ലൈറ്റ് മോഡാക്കാം. സോ ഓൾ ഗ്രേറ്റ്. ഇതൊക്കെ നല്ല യൂസബിൾ ആയിട്ടുള്ള ചെറിയ സാധനങ്ങളാണ്. ഇതുകൂടാണ്ട് നമുക്ക് യൂണിറ്റ്സ് ഉണ്ട്. യൂണിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതിനാണോ കിലോമീറ്റർ ഇതൊക്കെ മാറ്റുന്നതിന് പോലെ. പിന്നെ ബാക്ക് വന്നു കഴിഞ്ഞാൽ കണക്റ്റാണ്. കണക്റ്റ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നില്ല, കാരണം വീണ്ടും ഞാൻ പറയുന്നു ഇതിൻ്റെ ഈ കണക്ടിവിറ്റി മോഡലിന് പ്രശ്നമുണ്ട്. പിന്നെ മൈ സ്കൂട്ടറിൽ കയറി കഴിഞ്ഞാൽ ഇവിടെയാണ് ബൂസ്റ്റ് മോഡ് ഉള്ളത്. ബൂസ്റ്റ് മോഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓണാക്കി വെച്ചേക്കുന്നു. പിന്നെ ബസർ സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പീപ്പ് സൗണ്ടാണ്. പിന്നെ ബാറ്ററിയുടെ, അതായത് 3rd ബാറ്ററി ഉണ്ട്, ആ ബാറ്ററിയുടെ വോൾട്ടേജ് കാണിക്കുന്ന താഴെ പോയിട്ട് ബൂസ്റ്റ് മോഡ് ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റും. ഇവിടെ നമുക്ക് അതുപോലെ തന്നെ ബാക്ക് ഇറങ്ങണം, എല്ലാത്തിനും ബാക്ക്. ഇത്രയായിരുന്നു ഈ സ്ക്രീനിൻ്റെ യൂസബിലിറ്റി. ഇനി നമുക്ക് ഈ ആപ്പിലേക്ക് കയറാം. ഇതിപ്പോൾ ഒരു പുതിയൊരു ആപ്പാണ്. നമുക്കിവിടെ കയറി കഴിഞ്ഞാൽ
വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കാണാം. ഇതിപ്പോൾ മീഡിയ റൈഡ് CBs, അതായത് ഇത് ഈ ബ്ലാക്ക് വണ്ടി ആയതുകൊണ്ട് നമുക്കിത് ബ്ലാക്ക് വണ്ടിനെ കാണുന്നു. VH എന്ന് പറഞ്ഞ വേരിയൻറ്റ്. ഈ വണ്ടി എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, നമുക്ക് സർവീസ് ബുക്ക് ചെയ്യാൻ, സർവീസ് ഷെഡ്യൂൾ കാണാൻ, നമുക്ക് വണ്ടി റിമോട്ട് ഡയഗ്നോസിസ് ചെയ്യാൻ, പിന്നെ വെഹിക്കിൾ ഡോക്യുമെൻറ്റ്സ്, ഇതൊക്കെ നോർമലി എല്ലാത്തിലും കാണുന്ന സാധനം. അതുകൂടാണ്ട് നമുക്ക് ചാർജിങ്ങിലേക്ക് ഡയറക്റ്റ് ഇവിടെ കയറാൻ പറ്റും. ഇപ്പോൾ ഇത് നമുക്ക് ഫൈൻഡ് ചാർജസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്തുള്ള ചാർജ് നന്ദി ഹിൽസിൽ ഇവിടെ എക്സ്ട്രീം കാർഡ്സ് ആൻഡ് അഡ്വഞ്ചർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ചാർജിങ് പോയിന്റ് ഉണ്ട്. ആ ചാർജിങ് പോയിന്റ് കാണിക്കും. ഏത്തറിൻ്റെ ചാർജിങ് പോയിന്റ് ആട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ആ ചാർജിങ് പോയിന്റ് കാണിക്കുന്നു. അവൈലബിൾ നൗ വിത്തിൻ റേഞ്ച് ഓൾ ചാർജസ്. പിന്നെ ഇത് നമുക്ക് ആ ചാർജിങ് പോയിന്റിൽ എത്തിയിട്ട് സ്കാൻ ചെയ്യാനുള്ളത്, സ്കാൻ ചെയ്ത് ഡയറക്റ്റ് ഇതിലേക്ക് തന്നെ കയറുന്നു. ഇതിലൂടെ തന്നെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ. നമ്മുടെ ചാർജിങ്ങിൻ്റെ ഫുൾ സിറ്റുവേഷൻ, ബാറ്ററി 1 and 2 ബാറ്ററി, നമുക്ക് ബാറ്ററി ഹെൽത്ത് ഗുഡ്. പിന്നെ നമുക്ക് ബാറ്ററി യൂസേജ്, നമ്മളിപ്പോൾ റൈഡ് ചെയ്തപ്പോൾ ഫുൾ ബാറ്ററി യൂസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മൾ 100% ബാറ്ററിയിലാണ് റൈഡ് ചെയ്തത്. പിന്നെ ചാർജിങ് സെഷൻസ് എത്ര ഉണ്ടായിരുന്നു, അതൊക്കെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് റൈഡിങ് മോഡ് നമുക്ക് എന്തൊക്കെ ഉപയോഗിച്ചുള്ളത്. ഞാൻ ഈക്കോയിൽ പോയിന്റ് കുറച്ച് ഓടിച്ചിട്ടുള്ളൂ, റൈഡിലാണ് കൂടുതൽ ഓടിച്ചത്, കൂടുതൽ ബൂസ്റ്റിലും. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും ഏകപ്പാടെ ഇന്നൊരു 20 കിലോമീറ്റർ കഷ്ടിയേ ഓടിച്ചിട്ടുള്ളൂ. ആ 20 കിലോമീറ്ററിൽ നമ്മൾ 30% കൂടുതൽ ബാറ്ററി ഉപയോഗിച്ചിട്ടുണ്ട്. ജസ്റ്റ് അടിപൊളി. അതിനെക്കുറിച്ചൊക്കെ ഞാൻ കടക്കാം. പിന്നെ അത് കൂടാണ്ട് നമുക്ക് റിമോട്ട് ഇമോബിലൈസേഷൻ, വണ്ടി ഇമോബിലൈസ് ചെയ്യാൻ പറ്റും, ലൈവ് ട്രാക്ക് ചെയ്യാൻ പറ്റും, ജിയോ ഫെൻസിങ്, ഇത് കാറിൽ കാണുന്ന സാധനമാണ്. പിന്നെ ട്രിപ്പ് അനലിറ്റിക്സ്, നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ റൈഡ് ചെയ്തു, ആ റൈഡ് നമുക്ക് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് കുറച്ചും കൂടെ റൈഡ് എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടി നമുക്ക് സഹായിക്കും. പിന്നെ പിങ് മൈ സ്കൂട്ടർ, ഇതൊരു നല്ലൊരു ഫീച്ചറാണ്. നമ്മളിപ്പോൾ വണ്ടി എടുത്താക്കുക, നമ്മൾ എവിടെ വണ്ടി വെച്ചത് അറിയില്ലെങ്കിൽ പിങ് മൈ സ്കൂട്ടർ കൊടുത്തു കഴിഞ്ഞാൽ സ്കൂട്ടർ PP അടിച്ച് നമ്മൾ എവിടെയുണ്ടെന്ന് കാണിക്കും. ഇത് CO2 സ്കോർ, നമ്മൾ എത്ര മണി സേവ് ചെയ്തിട്ടുള്ള, ഇതൊക്കെ ഓൾ ഗിമിക്സ്. സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ബ്ലാക്ക് ഇവൂട്ടർ എന്നുകൊണ്ട് കാണുന്നുണ്ടല്ലോ, ഇതിവിടെ ഒരു പുതിയ ഒരു നോമൻ ക്ലേച്ചറാണ്. ഇത് വെറും സ്കൂട്ടറല്ല, ഇത് ഇവൂട്ടർ എന്നുള്ള കാര്യം, വിച്ച് ഐ ഫീൽ ഇറ്റ് ഇസ് ആവശ്യമില്ലാത്തൊരു സാധനമാണ്. അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇത് ബേസിക്കലി സ്റ്റുപ്പിഡ്. പിന്നെ അത് കൂടാണ്ട് നമ്മുടെ സബ്സ്ക്രിപ്ഷൻസ്, ഇപ്പോൾ ഇതിൽ വിഡ എഡ്ജിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഇപ്പോൾ ഇതിൽ വന്നിട്ടുണ്ട്. അതാണ് ചാർജിങ്ങിൻ്റെ സബ്സ്ക്രിപ്ഷൻ. പിന്നെ അത് കൂടാണ്ട് ബാസ് എന്നൊരു സാധനം, അതിനെക്കുറിച്ച് സംസാരിക്കാം. പിന്നെ വെഹിക്കിൾ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഇവിടെ. പിന്നെ വെഹിക്കിൾ ഷെയറിങ്, നമുക്ക് വേറൊരു ആളായിട്ട് വണ്ടി ഷെയർ ചെയ്യണമെങ്കിൽ നമുക്കിത് കൊടുക്കാൻ പറ്റും. പുള്ളിക്കാരൻ്റെ ആപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാനൊക്കെ വേണ്ടിയിട്ട്. സ്കാൻ ടു ചാർജ്, സർവീസ് ബുക്ക് ചെയ്യാനെല്ലാം, നമ്മുടെ റോഡ് സൈഡ് അസിസ്റ്റൻസിൻ്റെയും എല്ലാ സാധനങ്ങളും ഇവിടെ കാണാൻ പറ്റും. നമുക്കിവിടെ ലോഗൗട്ട് ചെയ്യാനുള്ളത്. പിന്നെ പ്രൊഫൈൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ സേവ് അഡ്രസ്സ്, ഇത് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാനും പേര് മാറ്റാനും കാര്യത്തിലൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ഉണ്ട്. സോ ദിസ് ഈസ് ദ ന്യൂ ആപ്പ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ ഒരു ടൈൽ ലേഔട്ട് വളരെ നന്നായിട്ടുണ്ട്, വളരെ യൂസബിൾ ആയിട്ടുണ്ട്, വളരെ ഈസിലി ലെജിബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്ക്രീനും നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വൃത്തിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇറ്റ്സ് ഗ്രേറ്റ്. ഇത്രയായിരുന്നു ഇതിൻ്റെ ഒരു ടെക്നോളജിയും ഡിസൈനും ഇതൊക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാധനം റൈഡ്. ഇനി റൈഡിനെ കുറിച്ച് സംസാരിക്കാൻ നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ സീറ്റിൻ്റെ കംഫർട്ടിനെ പറയാം. സീറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല കംഫർട്ടബിളാണ്, കുഷീനിയാണ്. നമ്മളിന്ന് റൈഡ് ഓടിച്ചതിൽ എനിക്കൊരു കംപ്ലയിൻറ്റും പറയാനില്ല. അത്യാവശ്യം വൈഡാണ്, ലോങ് ആണ്, ബാക്കിലിരിക്കുന്ന ആൾക്കാണെങ്കിലും ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാണെങ്കിലും വെരി കംഫർട്ടബിൾ, നോ മിസ്റ്റേക്സ്. ഇനി റൈഡിങ് ട്രയാങ്കിൾ ഇതേ നമ്മുടെ ഇങ്ങനത്തെ ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നത്. ഹാൻഡിൽ ബാർ അത്യാവശ്യം മേളിലേക്കാണ്, അത് വലിയൊരു ഡിസ്കംഫർട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. കാലാണെങ്കിലും നമ്മളിങ്ങനെ ഇരിക്കുന്നു, മുട്ട് ഓവറായിട്ട് മടങ്ങിയിട്ടുള്ള അങ്ങനത്തെ കംഫർട്ടിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു പ്രശ്നം ശരിക്കും പറയാനുള്ളത്, നമ്മൾ ഹാൻഡിൽ ഫുള്ളായിട്ട് തിരിക്കുമ്പോൾ ഇവിടെ ഹാൻഡിൽ താഴെയായിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു കുനിപ്പുണ്ട്, അത് മുട്ടിലിടിക്കും. പക്ഷേ അതൊന്ന് നമ്മൾ കാലുള്ളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് ബാലൻസ് ചെയ്യാൻ പറ്റും. പക്ഷേ സ്റ്റിൽ ദാറ്റ് ഇസ് എ പ്രോബ്ലം. പിന്നെ ഞാൻ പറഞ്ഞു മിറേഴ്സ് ശരിക്കും പറയാച്ചാൽ പുറത്തേക്ക് ആവണമായിരുന്നു. നമുക്ക് നല്ലപോലെ വിഷൻ കട്ടാവുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ പരമായിട്ട് നോക്കാം. 6 kW PMSM മോട്ടറാണ് വരുന്നത്, അതായത് പെർമനൻറ്റ് മാഗ്നറ്റ് സിമുലേറ്റഡ് മോട്ടർ. അതാണ് ഏറ്റവും നല്ല ടെക്നോളജി. വേറെ ടെക്നോളജീസ് ഉണ്ട്, ഇപ്പോൾ കറൻ്റ്ലി ഏറ്റവും നല്ല ടെക്നോളജിയാണത്. അത് സ്വിംഗ് ആമിൽ മൗണ്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ഒരു ആക്സലറേഷൻ ഫീലും നമുക്ക് വെയിറ്റ് ബാലൻസിങ് ഒക്കെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ട്. അതാണ് നമുക്ക് കുറച്ചും കൂടെ ഹാൻഡ്ലിങ്ങിന് ഇമ്പ്രൂവ് ചെയ്യുന്നത്. പിന്നെ ഈ ബാക്കിലേക്ക് വന്ന സെറ്റിലുള്ള ഈ സസ്പെൻഷൻ വന്നിരിക്കുന്നത് ലുക്സ് ഓക്വേർഡ് എന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ, പക്ഷേ അത്യാവശ്യം കംഫർട്ടബിളാണ്. ഒരു ഹമ്പ് ചാടിയപ്പോൾ ശരിക്കും അത് ബാക്കിലാണെന്നുള്ളതിന് നമുക്ക് കറക്റ്റ് ഫീൽ കിട്ടി. കാരണം ഇരുന്നപ്പോൾ എന്തോ ഒരു പ്രശ്നം പോലെ, അത് നടുക്കല്ലാത്ത തന്നെയാണ്, കറക്റ്റ് നമ്മുടെ താഴെയല്ല, കുറച്ച് ബാക്കിലായൊരു വ്യത്യാസം. ഇനി പറയാനുള്ളത് ആക്സലറേഷനാണ്. 0 to നമുക്ക് 60 km വരുന്നത് 2.9 seconds എത്രയാണ്, വിച്ച് ഇസ് വെരി നൈസ്. അതിൻ്റെ മേളിലേക്കും കുറച്ചൊന്ന് സ്ലോ ഡൗൺ ആവുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ മെയിൻ ആക്സലറേഷൻ നമ്മൾ കണക്കാക്കേണ്ടത് സിറ്റി ട്രാഫിക്കിലാകുമ്പോൾ ഒരു 20 to 60 ആക്സലറേഷനാണ്. ആ അത്യാവശ്യം നല്ല ടോർക്കിയാണ്, നല്ല പുള്ള് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ബൂസ്റ്റ് മോഡ് ആക്ടിവേറ്റ് ആവുന്നതുകൊണ്ട് നമുക്ക് നല്ലൊരു പുള്ള് കിട്ടുന്നുണ്ട്, അതിൽ തെറ്റൊന്നും പറയില്ല. ശരിക്കും ഇതിൻ്റെ ഏറ്റവും നല്ലൊരു റൈഡിങ് ഒരു സെറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈഡ് മോഡിലിട്ടിട്ട് ബൂസ്റ്റ് മോഡ് എപ്പോഴും ഓണാക്കി വെക്കുക. പെർഫെക്റ്റ്. നമുക്ക് അത്യാവശ്യത്തിന് പവർ ഉണ്ട്, ആവശ്യമുള്ളപ്പോൾ നല്ലപോലെ പവറും കിട്ടും. ഈക്വലിട്ട് ഓടിച്ചാലും
പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഐ ഫീൽ റൈഡ് ഇസ് ദ ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ്. പിന്നെ ഇത് ആ ബൂസ്റ്റ് മോഡാണ് വേറെയും ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഒരു ഗ്രേറ്റ് എഡീഷൻ, ഒരു ഹാറ്റ്സ് ഓഫ് ഹീറോ, ഗുഡ് ജോബ്. ഇനി ഇതിൻ്റെ റേഞ്ചാണ്. റേഞ്ച് ആങ്സൈറ്റി അവർ പ്രശ്നമില്ലെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഐ ഫീൽ നമ്മളിന്ന് ആകെപ്പാടൊരു 30 കിലോമീറ്റർ 35 കിലോമീറ്റർ കഷ്ടി ഓടിച്ചിട്ടുണ്ടാവും. ഇത് ടോട്ടൽ ഓഡോമീറ്റർ 43 കിലോമീറ്റർ ആണ്. നമ്മൾ ഇന്നൊരു 35 കിലോമീറ്റർ കഷ്ടി ഓടിച്ചിട്ടുണ്ടാവും. അതിൽ ഓൾറെഡി 60% ആയി ചാർജ് ഇപ്പോൾ. അതായത് 40% രണ്ട് ബാറ്ററിയുടെയും സഹിതമായിട്ട് കുറഞ്ഞു. ഇനിയിപ്പോൾ ബാക്കി റേഞ്ച് കാണിക്കുന്നത് 56 കിലോമീറ്റർ ആണ്. ഇവർ IDC പറയുന്നത് 145 കിലോമീറ്റർ, 143 കിലോമീറ്റേഴ്സ്. അതെന്തായാലും അറ്റൈനബിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. മേ ബി നമ്മൾ ഈക്കോയിലിട്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അറ്റൈൻ ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു ഒരു ഈക്കോയിലിട്ട് ഒരു സമാധാനപരമായ റൈഡിങ്ങിന് ഒരു ഏകദേശം ഒരു 90 കിലോമീറ്റേഴ്സ് 90 to 100 കിലോമീറ്റേഴ്സിലായിരിക്കും ഇതിൻ്റെ ഒരു റേഞ്ച്. ചാർജിങ് ടൈം പറയുന്നത് ഇതിപ്പോൾ ഫാസ്റ്റ് ചാർജിങ് ആണെങ്കിൽ ഇവിടെ കുത്തിയിട്ട് ഈ പറഞ്ഞ പോലെ ഇവരുടെയും ഏഥറിൻ്റെയും ഒക്കെ ഗ്രിഡിൽ പോയിട്ട് ചാർജ് ചെയ്യണമെങ്കിൽ 1 മണിക്കൂർ കൊണ്ടാണ് ഒരു 80% എത്തുമെന്ന് പറയുന്നത്. നമ്മളിപ്പോൾ വീട്ടിൽ പോയി ചാർജ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ ബാറ്ററി അയച്ച് നമ്മൾ കൊണ്ടുവച്ച് ചാർജ് ചെയ്യുകയാണെങ്കിൽ അത് ഏകദേശം ഒരു 3 to 4 hours കൊണ്ട് നമുക്ക് ഫുൾ ചാർജ് ആയി കിട്ടും. പ്രൊവൈഡഡ് നമുക്ക് ഇവരുടെ എക്സ്റ്റൻഷൻ കോഡ് ഉണ്ട്. അതായത് രണ്ട് ബാറ്ററിയിലേക്കും ഒരുമിച്ച് കുത്താൻ പറ്റുന്ന ആ ഒരു കണക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പരിപാടി പെട്ടെന്ന് തീരും. അല്ലെങ്കിൽ നമ്മൾ വണ്ടിയിലേക്ക് തന്നെ ഡയറക്റ്റ് കണക്ട് ചെയ്ത് അങ്ങനെ ചാർജ് ചെയ്യാൻ നിൽക്കണം. അപ്പോഴും 3 to 4 hours ആണ് ഒരു എഫക്റ്റീവ് ടൈം ചാർജ് ചെയ്യാനായിട്ട്. അതിൽ നമുക്ക് ഇത്ര കിലോമീറ്റർ ഓടാൻ പറ്റും. അപ്പോൾ ഈ ഇലക്ട്രിക് സ്കൂട്ടേഴ്സിന് റീജൻ എന്നൊരു സാധനം ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റീജൻ ആക്ടിവേറ്റ് ആവും. അതല്ല, നമ്മൾ ബ്രേക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് റീജൻ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്കൂട്ടറിൻ്റെ തിരിച്ച് പിടി, ആക്സിലേറ്ററിൻ്റെ അങ്ങോട്ട് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് റീജൻ ആക്ടിവേറ്റ് ആവുന്ന ചെറിയൊരു ലോഗോ കൂടെ കാണാൻ പറ്റും. റീജൻ ആക്ടിവേറ്റ് ആണ്, ഒരു ലെവൽ ഓഫ് റീജൻ ആണ്. ഇനിയിപ്പോൾ ചാർജ് കുറയുന്ന അനുസരിച്ച്, അതായത് ഇപ്പോൾ മറ്റേ ലിംപ് മോഡ് ആയിക്കഴിഞ്ഞാൽ റീജൻ കൂടും. അങ്ങനെ ചാർജ് കുറയുന്നതിനനുസരിച്ച് റീജൻ്റെ ഇത് കൂടുന്നുണ്ട്. സോ അതെനിക്കിവിടെ ശരിക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് നമുക്ക് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് ഉപയോഗിച്ച് നോക്കാം. ഇനി ഇതിൻ്റെ പാർക്ക് മോഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, പാർക്ക് മോഡിൽ ഫ്രണ്ടും റിവേഴ്സും ഉണ്ട്. അത് ഫ്രണ്ടിലേക്ക് അയക്കുന്ന റിവേഴ്സ് പോവും, നമ്മൾ ആക്സിലേറ്റർ ബാക്കിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഫോർവേഡ് പോകും, പാർക്ക് ചെയ്യാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട്. അതല്ല ഇവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു, വളരെ നന്നായിട്ടുണ്ട്, വിച്ച് ഇസ് നൈസ്. അതുപോലെ തന്നെ സ്റ്റാർട്ട് ബട്ടണും എഞ്ചിൻ കിൽ സ്വിച്ചും അതും ഒരേ സ്വിച്ചിലാക്കിയതും വളരെ നന്നായിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ SOS ബട്ടൺ വന്നേക്കുന്നു, എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റി കഴിഞ്ഞാൽ അമർത്താനായിട്ട്. സോ ഇതൊക്കെയായിരുന്നു ഈ വാഹനത്തിൻ്റെ ടെക്നോളജി, ഡിസൈന്, റൈഡ്, കംഫർട്ട്, കാര്യങ്ങളൊക്കെ. പക്ഷെ നമുക്ക് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്തിലേക്ക് കിടക്കാം. പ്രൈസിങ്. ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ചുകൂടി ഒരു പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്രൗഡിന് ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഈ VX2 എന്ന് പറയുന്ന വേരിയൻറ്റ് ഇവിടെ ലോഞ്ച് ചെയ്തേക്കുന്നത്. 2 ഉണ്ട്, VX2 പ്ലസും ഗോ. സോ പ്ലസ് നമ്മുടെ കോഴിക്കോട്, അതായത് കേരളത്തിൽ എഫക്റ്റീവ് പ്രൈസ് വരാൻ പോകുന്നത് 99,990 എന്നൊരു എക്സ് ഷോറൂം പ്രൈസാണ്. ഗോനാകുമ്പോൾ അത് 84,990. പക്ഷെ ഇത് മാത്രമല്ല, വേറൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. അതായത് വിഡ ബാസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ബേസിക്കലി ബാറ്ററി റെൻറ്റിംഗ് ഔട്ട് സർവീസാണ്. അതായത് നമ്മൾ ഫസ്റ്റ് തന്നെ ഏത് വണ്ടിയാണെങ്കിലും, പ്ലസ് ആണെങ്കിലും ഗോ ആണെങ്കിലും, നമ്മുടെ തുടക്കത്തിൽ 44,990 എന്ന പ്രൈസ് നമ്മൾ പേ ചെയ്യുന്നു. ഇത് ടാക്സ് ഒക്കെ ഉൾപ്പെടാണ്ടാണ്. 44,990 പേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വാഹനം കിട്ടി. പിന്നെ വരുന്നത് ഒരു മന്ത്ലി റെൻറ്റിംഗ് ആണ്. നമ്മളിപ്പോൾ ഓൺലൈൻ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മൾ എത്ര കിലോമീറ്റർ ഓടുന്നുണ്ടോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ മന്ത്ലി പ്ലാൻ വരാൻ പോകുന്നത്. അത് 3 months കൂടുമ്പോഴാണ് നമ്മൾ പേ ചെയ്യുക. സോ നമ്മൾ ഒരു സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ VX2 പ്ലസ് ആണെങ്കിൽ, VX2 പ്ലസ് എന്നൊരു വേരിയൻ്റ് ആണെങ്കിൽ നമ്മളിപ്പോൾ ഏകദേശം 50 കിലോമീറ്ററാണ് നമ്മൾ റൺ ചെയ്യാൻ പോകുന്നത് വെക്കാം. ഞാൻ കുറച്ച് വൃത്തി കാണിച്ചു തരാം. അതായത് നമ്മളിപ്പോൾ ഒരു ഏകദേശം ഡെയിലി നമുക്കൊരു 50 കിലോമീറ്റേഴ്സ് ഓട്ടമുണ്ടെന്ന് വെക്കാം. അപ്പോൾ ഒരു 2 വേരിയൻ്റ് ഉണ്ട്, ഗോയും പ്ലസും. ഇപ്പോൾ പ്ലസ് വേരിയൻ്റ് ആണെങ്കിൽ റെക്കമെൻഡഡ് ബാസ് പ്ലാൻ 1600 കിലോമീറ്ററിൻ്റെ ബാസ് പ്ലാൻ. അതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മന്ത്ലി പേയ്മെൻറ്റ് വരുന്നത് 1696 രൂപയാണ്. അതിപ്പോൾ ഗോയിനാണെങ്കിൽ അവർ പറയുന്നത് 1200 പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ 1416 രൂപയാണ് നമുക്ക് മന്ത്ലി പേയ്മെൻറ്റ് വരുന്നത്. അത് ദിവസം 50 കിലോമീറ്റർ ഓടുന്നു. ഏകദേശം ഒരു 50 കിലോമീറ്റർ തന്നെയായിരിക്കും നമ്മൾ ഓടുന്നത്. ഇനിയിപ്പോൾ ഇതല്ല, നമ്മൾ ഇതിലും കൂടുതൽ ഓടിയെന്ന് വെക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ടേ 1.24 പെർ കിലോമീറ്ററാണ് നമുക്ക് എക്സ്ട്രാ കോസ്റ്റ് വരിക. അത് ഇൻറ്റു അങ്ങ് ചെയ്യും. നമ്മളിപ്പോൾ ഈ വാഹനത്തിൽ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടോ, അതായത് ആ പ്ലാൻ മാറുന്നതനുസരിച്ച് നമുക്ക് എത്ര കിലോമീറ്റർ ഓടുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് കൂടുന്നു. ഇതിനെ കുറച്ചുകൂടി ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഐ വിൽ റെക്കമെൻഡ് ഗോ ടു ദ ഷോറൂം എന്ന് മനസ്സിലാക്കുക. കാരണം ഇന്ന് ഇവർ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. ഇവർക്കും ഈ ഒരു സാധനത്തിൻ്റെ നമുക്ക് മറ്റേ റിയൽ വേൾഡ് യൂസേജിനെ കുറിച്ച് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല. സോ യു ഗോ ടു ദ ഷോറൂം എന്ന് മനസ്സിലാക്കുക. പക്ഷേ ഐ ഫീൽ ഇതൊരു നല്ലൊരു വേരിയേഷനാണ്. കാരണം നമുക്ക് നമ്മുടെ യൂസേജിനനുസരിച്ച് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ ബാസ് പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ വേറെയും കുറേ ഗുണങ്ങളുണ്ട്. ഇതിൻ്റെ മെയിൻ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ കോംപ്ലിമെൻ്ററി ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. കോംപ്ലിമെൻ്ററി ആയിട്ട് ഫസ്റ്റ് ഒരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി റീപ്ലേസ്മെൻ്റ് ആണ്. റീപ്ലേസ്മെൻറ്റ് ബാറ്ററി കേടാവുന്ന മാത്രമല്ല, നമ്മളിപ്പോൾ 30%-നേക്കാളും കൂടുതൽ ബാറ്ററിയുടെ ലൈഫ് കുറഞ്ഞു നോക്കാം. അപ്പോഴും അത് റീപ്ലേസ് ചെയ്ത് തരും. അതുകൊണ്ട് ക്രിട്ടിക്കൽ കോമ്പണൻസിന് അവർ ഇതുപോലെ തന്നെ സർവീസ് വാറൻറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ അതുകൂടാണ്ട് ഇപ്പോൾ കറൻ്റ്ലി എല്ലാ ഇവരുടെ ചാർജിങ് ഔട്ട്ലെറ്റ്സിലും ഇപ്പോൾ ഡയറക്റ്റ് പോയി കുത്തിയാൽ മതി, നമുക്ക് ഫ്രീ ചാർജിങ് ആണ് എഫക്റ്റീവ്ലി. പിന്നെ ഇതിൻ്റെ വേറൊരു മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക്
67%, അതായത് നമ്മളിപ്പോൾ 44,990 കൊടുക്കണ്ടല്ലോ, അതിൻ്റെ ഒരു 67%, അതായത് 60%ഓളം ആ കോസ്റ്റിൻ്റെ നമുക്ക് ഈ വാഹനം തിരിച്ചു കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ബൈബാക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ബാസിന് നമ്മൾ എത്ര മന്ത് ഉപയോഗിച്ചാൽ അത് വേറെ പോകുന്നു, പക്ഷെ നമ്മൾ ആദ്യം കൊടുത്ത ആ മെയിൻ പേയ്മെൻറ്റിന് ഇത്രയും പൈസ തിരിച്ചു കിട്ടും. സോ വാട്ട് ഡു യു തിങ്ക്? ഈ ഒരു പ്രൈസിങ്ങിന് ഈ ഒരു കാറ്റഗറി ഓഫ് വെഹിക്കിൾ, ഇത്രയും പവറിൽ ഇത്രയും റേഞ്ചുള്ളൊരു വെഹിക്കിൾ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ നിങ്ങൾക്കെന്ത് തോന്നുന്നു? ഇത് ശരിക്കും പറയാൻ വർക്കൗട്ട് ആവുമോ? ഐ ഫീൽ വർക്കൗട്ട് ആവുമെന്നുള്ളതാണ്. കാരണം മെയിനായിട്ട് ഈ ബാസ് പ്ലാൻ എന്നുള്ളത് ശരിക്കും യൂസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും വർക്കൗട്ട് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു പ്ലാൻ തന്നെയാണ്. ആൻഡ് യു ക്യാൻ ഗിവ് ഇറ്റ് ബാക്ക് നൗ. ബട്ട് യു നീഡ് ടു കമൻറ്റ്. നിങ്ങൾ കമൻറ്റ് ചെയ്യും ഈ ഒരു വാഹനവും ഈ ഒരു പ്ലാനും ഈ ഒരു രീതിയൊക്കെ നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നു, എത്രത്തോളം സക്സസ്ഫുൾ ആവുന്നുള്ളതൊക്കെ. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ളതും ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യും. സോ ദാറ്റ് വാസ് ഇറ്റ്. ഞാൻ നന്ദു. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്ലൈൽ മലയാളം. ഇനി മറ്റൊരു വാഹനമായിട്ട് കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് യുവർ വീഡിയോ.